50 വയസ്സോടടുക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാ, രാത്രി ടാക്സി പോലെ എന്റെ വാഹനം ഓടിയിട്ടാ ഞാൻ കുടുംബം പോറ്റുന്നത്. രാത്രി 1:30 മണിക്ക് ഞാൻ അങ്ങനെ ഓട്ടം ഓടുന്നതിനിടയിൽ ബീച്ചിന്റെ അരികിലുള്ള ഒരു ഫുട്പാത്തിന്റെ മേലെ കയ്യിൽ സിഗരറ്റുമായി അന്യ ആണുങ്ങളുടെ കൂടെ അങ്ങനെ സംസാരിച്ചും വൃത്തികേട് പറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ഞാൻ ആ മകളോട് എന്റെ മകളെ പോലെ കണ്ടു എന്നൊരു മനസ്സിന്റെ ആ ഒരു തിന്മ കണ്ടപ്പോ, പടച്ചോനെ തിന്മയാണല്ലോ ഈ മക്കൾ ആഘോഷിക്കുന്നത് എന്ന് കണ്ട ബേജാറിൽ ഞാൻ ആ മകളോടൊന്ന് പറഞ്ഞു, മോളെ ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ തെറ്റല്ലേ, മോക്ക് വീട്ടിക്ക് പോയാ പോരെ എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി ഇതേ വാപ്പാനോട് തിരിച്ചു ചോദിച്ച ചോദ്യം നിങ്ങളിന്റെ തന്തയല്ലല്ലോ എന്നുള്ളതായിരുന്നു. അതിനുശേഷം കൂട്ടുകാർക്കിടയിൽ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി കാക്കാന്റെ വീട്ടിൽ പോയി നോക്കൂ, നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ അവിടെ തന്നെ ഉണ്ടോന്നൊന്ന് അറിഞ്ഞിട്ട് പോരെ ഉപദേശിക്കൽ എന്നും ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് നെഞ്ചുപൊട്ടി ഇന്നും സങ്കടത്തോടെ ഒരാളോട് നന്മ പറയരുത് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനോവേദനയിൽ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇന്ന് തിന്മകളാ ആഘോഷിക്കപ്പെടുന്നത്, നന്മകൾ ആളുകൾക്ക് വേണ്ട. ഒരു രംഗത്തും ഇസ്ലാം പഠിപ്പിച്ച നന്മയെന്ത് എന്നാളുകൾക്ക് ചിന്തയില്ല. പണമുണ്ടാക്കണം, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ വയലൻസിലാണ് ആസ്വാദനം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ തലമുറയെ, മക്കളെ മാറ്റാൻ മീഡിയകൾക്കും കാഴ്ചകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലൊരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നപ്പോ